സംഗീത് ശിവൻ. ഈ പേര് മലയാളി സിനിമാ പ്രേക്ഷകർ ഒരു കാലത്തും മറന്നു കളയില്ല. കാരണം സിനിമാ ലോകത്തിന് സംഗീത് ശിവൻ്റെ സംഭാവനകൾ അത്രമേൽ മികവുറ്റതാണ്. യോധയിലെ അശോകനെയും നിർണയത്തിലെ ഡോക്ടർ സണ്ണിയെയും വ്യൂഹത്തിലെ ടോണി ലൂയിസിനെയും എല്ലാം നമുക്ക് സമ്മാനിച്ച ഈ കലാകാരന് കേരളത്തിന് പുറത്തും മികച്ച സ്വീകാര്യതയാണ് ഉണ്ടായിരുന്നത്. സംഗീത് ശിവൻ, സന്തോഷ് ശിവൻ, സഞ്ജീവ് ശിവൻ സഹോദരങ്ങളിൽ ഏറ്റവും മൂത്തയാളാണ് സംഗീത് ശിവൻ. സംവിധായകനും സിനിമാറ്റോഗ്രാഫറുമായ അച്ഛൻ ശിവന്റെ സഹായിയായാണ് സിനിമയിൽ അദ്ദേഹം തുടക്കം കുറിച്ചത്. അച്ഛൻ്റെ ഡോക്യുമെൻ്ററികളിൽ അസിസ്റ്റ് ചെയ്ത് കിട്ടിയ പരിചയമാണ് സംവിധാന രംഗത്തേക്കുള്ള സംഗീതിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്. എന്നാൽ അമീർ ഖാൻ, സുപ്രിയ പഥക്, പങ്കജ് കപൂർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ആദിത്യ ഭട്ടാചാര്യയുടെ ആക്ഷൻ രാഗിൻ്റെ സഹനിർമ്മാണത്തിലൂടെയാണ് അദ്ദേഹം മുഖ്യധാരാ സിനിമാ വ്യവസായത്തിലേക്ക് പ്രവേശിക്കുന്നത്. മലയാളത്തേക്കാൾ കൂടുതൽ ഹിന്ദി സിനിമകളായിരുന്നു സംഗീത് ശിവൻ സംവിധാനം ചെയ്തിരുന്നത്. ക്യാ കൂൾ ഹേ ഹം, അപ്ന സപ്ന മണി മണി എന്നീ ചിത്രങ്ങൾ വഴി ബോളിവുഡിൽ തനതായൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. രഘുവരനും സുകുമാരനും അഭിനയിച്ച വ്യൂഹം എന്ന 1990 ക്രൈം ത്രില്ലർ അദ്ദേഹം മലയാളത്തിൽ എഴുതി സംവിധാനം ചെയ്തു. അതിനുശേഷമാണ് മോഹൻലാൽ നായകനായ യോധ, ഗാന്ധർവം, നിർണയം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾ അദ്ദേഹം മലയാളത്തിന് നൽകിയത്. 2019 കൽക്കി കോച്ലിൻ, ഭൂമിക ചൗള എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഭ്രം എന്ന വെബ് സീരീസാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്തത്. ശ്രേയസ് കപൂർ, തുഷാർ പാണ്ഡെ എന്നിവരോടൊപ്പമുള്ള തൻ്റെ അടുത്ത ചിത്രമായ കപ് കപിയുടെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിരിക്കെയാണ് സിനിമാ പ്രവർത്തകരെയും പ്രേക്ഷകരെയും ഒന്നടക്കം ഞെട്ടിച്ചുകൊണ്ട് സംഗീത് ശിവൻ്റെ മരണവാർത്ത പുറത്തു വന്നത്. വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ മലയാളം സിനിമയിലെയും ഇന്ത്യൻ സിനിമയിലെയും പല പ്രമുഖർ തങ്ങളുടെ നവമാധ്യമങ്ങളിൽ അനുശോചനം അറിയിച്ചെത്തിയിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ മികച്ച ഒരുപിടി ചിത്രങ്ങൾ സമ്മാനിച്ച ഈ പ്രിയ സംവിധായകൻ വിട വാങ്ങുമ്പോൾ കാലങ്ങൾ എത്ര കടന്നുപോയാലും സിനിമാ ലോകത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ജനമനസ്സുകളിൽ സംഗീത് ശിവൻ എന്ന അതുല്യ പ്രതിഭയെ അനശ്വരനായി നിലനിർത്തും എന്നത് തീർച്ച.